IFFK വേദിയിൽ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി ഗിർക്കിഗ മുന്നേറുമ്പോൾ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പല പ്രത്യേകിച്ചും നോൺ ഫിക്ഷൻ ധാരാളം എഴുതിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ നമ്മുടെ ഒരു ക്രിയേറ്റീവ് വർക്ക് ശ്രദ്ധ നേടുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു അധിക സന്തോഷമാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ, ജീവിതത്തിൻ്റെ ഘട്ടത്തിൽ നോൺ ഫിക്ഷൻ റൈറ്റിംഗ് ആണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളൊരു ബോധ്യത്തിൽ ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ പിന്നീട് ഇങ്ങനെ ഒരു അവസരം വരുന്നു, ഒരു തിരക്കഥ എഴുതാനായിട്ട് തീരുമാനിക്കുന്നു. നമ്മുടെ സുഹൃത്ത് സഞ്ജു ആവശ്യപ്പെടുന്നു. അപ്പോൾ അത് വേറെ തന്നെ ഒരു പ്രോസസ്സും വേറെ തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഇരട്ടി സന്തോഷമാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. ഒരു സ്ലോ ബേൺ നറേറ്റീവിലൂടെയാണല്ലോ സിനിമ മുന്നോട്ട് പോകുന്നത്. ഇത് ഇന്റൻഷനൽ ആയിരുന്നോ അതോ സിനിമ എടുത്തു കഴിഞ്ഞപ്പം അങ്ങനെ ആയി തീർന്നതാണോ? രണ്ടും ഉണ്ട്. ഇപ്പം ബേസിക്കലി സഞ്ജുവിൻ്റെ സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. സാധാരണ ഒരു സിനിമയുടെ ബഹളങ്ങളോ പെട്ടെന്നുള്ള കട്ടുകളോ അങ്ങനെയൊന്നും ഉള്ള സിനിമകളല്ലല്ലോ. വേറെ തരത്തിൽ സിനിമയെ നോക്കി കാണുന്ന ആളാണ്. അപ്പോൾ അത് നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ തിരക്കഥ എഴുതുമ്പോൾ തിരക്കഥയിൽ ഞാനെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അത് ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു രീതിയിലാണ് ഞാനത് എഴുതുക. പിന്നെ ഒരു എന്താ പറയുക, ഞാൻ പ്രധാനമായിട്ടും അതിനകത്തൊരു ഇമോഷൻസിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുക. ഒരു കഥയിലെ ആളുകൾ എങ്ങനെയായിരിക്കും ആ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്, സാഹിത്യവർ എങ്ങനെയായിരിക്കും കടന്നു പോകുന്നത് എന്ന്. പിന്നെ എന്നെ സംബന്ധിച്ചോളം വളരെ എല്ലാ കലയ്ക്കും അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ആ സന്ദർഭത്തിനൊത്ത് എങ്ങനെയാണ് നമ്മൾ ഒരു കഥയെ, എല്ലാ കഥകൾക്കും ഒരു യൂണിവേഴ്സൽ മാനമുണ്ട്, അതോടൊപ്പം തന്നെ അതിനൊരു വളരെ സവിശേഷമായൊരു മാനവും കൂടിയുണ്ട്. അപ്പം ഞാൻ എല്ലാ കഥയും ആത്യന്തികമായിട്ട് ഒരു കഥയാണെന്ന് വേണേൽ പറയാമല്ലോ. പക്ഷെ അതിനെ നിങ്ങൾ എങ്ങനെ കോണ്ടെക്സ്റ്റലൈസ് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ ഒരു പ്രത്യേക ചരിത്ര സാംസ്കാരിക മൊമെൻറ്റിൽ അതിനെ പ്രതിഷ്ഠിക്കും എന്നുള്ളതാണ് അതിനെ സവിശേഷമാക്കുന്നത്. അപ്പം അതിനുള്ളൊരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു എങ്ങനെയാണ് രണ്ട് മലയാളി കപ്പിൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക, അവരെങ്ങനെയായിരിക്കും അവർക്ക് അന്യമായൊരു ഭാഷാദേശത്ത് പോയിട്ട് എങ്ങനെയായിരിക്കും പെരുമാറുക. അപ്പം അതിനെക്കുറിച്ചിട്ടൊരു എന്താ പറയുക, നമുക്കൊരു സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കാരണം നമുക്ക് കുറച്ചൊരു എളുപ്പമായിരുന്നു അതിനെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. മാം ഇപ്പൊ ജോലി ചെയ്യുന്നത് ഡൽഹിയിലാണ്. സിനിമയുടെ കഥയിലെ പശ്ചാത്തലം എന്ന് പറയുന്നതും ഡൽഹിയാണ്. എപ്പോഴെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് സിനിമയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? അതായത് എന്തെങ്കിലും പെർട്ടിക്കുലർ ഇൻസിഡന്റ്, ഡൽഹിയിലെ തിരക്ക്, അങ്ങനെ കാര്യങ്ങളൊക്കെ? ഞാൻ ഡൽഹിയിൽ അങ്ങനെ താമസിച്ചത് ഈ സിനിമയുടെ ഷൂട്ടിന് ശേഷമാണ്. അപ്പോൾ അതിനു മുമ്പ് ഡൽഹിയിൽ നിന്ന് വെറുതെ ഇടയ്ക്ക് കോൺഫറൻസിന് പോവുകയോ അല്ലെങ്കിൽ പബ്ലിക് സ്പീച്ച് കൊടുക്കാൻ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു എനിക്ക് ഡൽഹി. അപ്പോൾ അതുകൊണ്ട് 1-2 ദിവസം, പരമാവധി ഒരാഴ്ചയൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ ഈ സിനിമയുടെ ഷൂട്ടിങ്ങും കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിലേക്ക് മാറുമ്പോൾ എന്താ പറയുക, നമ്മൾ ആദ്യം സങ്കല്പിച്ച കാര്യങ്ങൾ റിയൽ ലൈഫിൽ വരുന്ന പോലെ തോന്നി എനിക്ക്. എല്ലാ നഗരത്തിനും ഒരു മനുഷ്യത്വരഹിത ഭാവമുണ്ട്. കാരണം അതൊരു ഒരു മാനവികത അത് പ്രതീക്ഷിക്കുന്നില്ല, അത് ആവശ്യപ്പെടുന്നില്ല. കാരണം അതിൻ്റെ തിരക്ക്, അതിൻ്റെ രീതികൾ, അതിൻ്റെ പലതരത്തിലുള്ള അഭിനിവേശങ്ങളൊന്നും മാനുഷികത, ഒരു ഹ്യൂമാനിറ്റിയുമായിട്ട് ചേർന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രത്യേക തരത്തിലൊരു മത്സര്യവും ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ നഗരത്തിനും ഒരു ഹൃദയരാഹിത്യമുണ്ട്. അത് ഡൽഹിയിൽ വളരെ കൂടുതലാണ്. കാരണം ഡൽഹിയിൽ പലതരത്തിലുള്ള ആളുകൾ പല സംസ്ഥാനത്തു നിന്നൊക്കെ ജോലിക്കായി അവിടെ വരികയും ഒരു പ്രത്യേക രീതിയിലുള്ള എന്താ പറയുക, ഒരു മാത്സര്യവും പിന്നെ ഒരു അതിജീവനത്തിൻ്റെയൊക്കെ ശ്രമത്തിൻ്റെ ഭാഗമായി അതിനങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ വളരെ ഹൈറാർക്കിയുള്ള ഒരു സ്ഥലമാണത്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കാണുന്ന പോലത്തെ എന്താ പറയുക, ആപേക്ഷികമായ ഒരു തുല്യത ഒന്നും അവിടെ ഇല്ല. ആളുകൾക്കൊരു സെൻസ് ഓഫ് ജസ്റ്റിസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഒരാളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് ഒരു സംസാരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കുറവാണ്. തിരക്കിനിടയിൽ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കഥയിലെ ഡൽഹി എൻ്റെ ജീവിതാനുഭവമായിട്ട് ഒരുപക്ഷെ ചേർന്ന് നിൽക്കുന്നതെന്ന് വേണേൽ പറയാൻ പറ്റും. പതിവ് സിനിമ നറേറ്റീവിൽ നിന്ന് മാറിയിട്ടുള്ള ഈ ഒരു പുതിയ നറേറ്റീവ് ആളുകൾ ഏറ്റെടുക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? വളരെയധികം സന്തോഷമാണ്. ഇതൊരു നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു ഒരു കഥ, ഒരു സംഭവത്തിൽ നിന്നെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ സിനിമ ഡെവലപ്പ് ചെയ്തത്. പിന്നെ വേറൊരു സിനിമയിൽ തന്നെ വർക്ക് ചെയ്ത രാഹുൽ 2 കഥകളും കൂടി അതിൻ്റെ സാധ്യതയെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചിട്ട് എന്താ പറയുക, ഒരു അസംബ്ലിങ് പണിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതൊരു ടീം വർക്കായിട്ട് പലതരത്തിലുള്ള വളരെ കുറഞ്ഞ പരിമിതമായ റിസോഴ്സിൽ നിന്നുകൊണ്ട് എന്താ പറയുക, പെട്ടെന്ന് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയെ ശ്രദ്ധിക്കപ്പെടുമ്പോൾ അതിനെ വെച്ചാൽ സിനിമ പലപ്പോഴും വളരെ ഹ്യൂജ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒക്കെ ഒരു സ്ഥലമാണല്ലോ. അവിടെ നിന്നിട്ടൊരു ഈ ഒരു ചെറിയ സിനിമ ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നതിന് ഒരു എന്താ ഒരു വളരെ പോസിറ്റീവായ ഒരു രാഷ്ട്രീയ സാധ്യതയും കൂടി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്.
IFFK വേദിയിൽ ഇപ്പോൾ 19 സിനിമകളോളം കേന്ദ്ര സർക്കാരിന്റെ സെൻസർഷിപ്പ് ബാൻ കാരണം പ്രദർശനാനുമതി നിഷേധിച്ചിട്ടുണ്ട്. ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ മാം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഒന്ന് വെച്ചാൽ ഒരു കലയ്ക്കും സെൻസർഷിപ്പ് പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. വെച്ചാൽ അതൊരു മൗലിക സൃഷ്ടിയായി തന്നെ നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്, സമൂഹത്തിനോട് സംവദിക്കേണ്ട ആവശ്യമുണ്ട്. രണ്ടെന്ന് വെച്ചാൽ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള പ്രൊപ്പഗാൻഡയാണ്. കാരണം ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ തകർക്കുക എന്നുള്ളത് എന്താ പറയുക, ഹൈന്ദവവാദ നിലപാടെടുക്കുന്ന ഒരു ഒരു സർക്കാരിൻ്റെ ആവശ്യം കൂടി, സ്റ്റേറ്റിൻ്റെ ആവശ്യം കൂടിയാണത്. അപ്പോൾ പലതരത്തിലുള്ള വൈവിധ്യ സാധ്യതകൾ ഇത് തടയുന്നു എന്നുള്ളത് ഭയങ്കര നിരാശാജനകമാണ്. കഴിഞ്ഞ വർഷങ്ങളായി എന്താ പറയുക, 2 ദശാബ്ദങ്ങളധികമായി ഒരു ഫിലിം IFFKയിൽ വരുന്ന ഒരാളെന്ന നിലയിൽ പല ലോകത്തിന് നമുക്ക് മുമ്പിലേക്ക് തുറന്നു വെക്കുന്ന ഒരു അനുഭവമായിരുന്നു IFFK. പലതരത്തിലുള്ള സിനിമകൾ, പല സംസ്കാരത്തിനുള്ള സിനിമകൾ, ഭാഷയിൽ നിന്നുള്ള സിനിമകൾ, പല രാഷ്ട്രീയ നിലപാടുകളുള്ള സിനിമകൾ. പിന്നെ ഈ വേദി തന്നെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾക്കും പ്രൊട്ടസ്റ്റുകൾക്കും ഒക്കെ ഭാഗമായി നിന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ തരത്തിൽ വളരെ ലൈവായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിനിമയം കൂടി നടക്കുന്ന സ്ഥലമായിരുന്നു IFFK. അപ്പം അവിടെ ഇത്തരത്തിലൊരു കാര്യം നടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രതിഷേധാർഹമായ കാര്യമാണ്. പിന്നെ മാത്രമല്ല, ഇന്ന് രാവിലെ ഉണ്ടായ സിനിമയല്ല, പല സിനിമകളും വളരെ പഴയ സിനിമകളാണ്. അപ്പോൾ ആ സിനിമയെ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു അപ്പാരറ്റസ് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്നുള്ളത് ഒരു വ്യാമോഹം മാത്രമാണ്. IFFK മാത്രമല്ല, വേറെ പല വേദികളിലും പല സ്ഥലത്തും ആ സിനിമകൾ കാണിക്കാം ഉള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കലയെ അങ്ങനെ തടഞ്ഞൊന്നും വെക്കാൻ പറ്റൂല. ചിലപ്പോൾ കുറച്ച് സമയത്തേക്കൊക്കെ ആളുകൾക്ക് അത് സാധിക്കുമായിരിക്കും, പക്ഷെ അല്ലാതെ എങ്ങനെയാണ് തടഞ്ഞു വെക്കാൻ പറ്റുന്നത്?